ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് നമ്മുടെ മൊബൈലിൽ എല്ലാവരും ഓൺലൈൻ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ആമസോൺ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. ഓക്കെ, അപ്പോൾ ചില ആളുകളൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ ആമസോൺ പേ ഗിഫ്റ്റ് കാർഡ് എങ്ങനെയാണ് ലഭിക്കുക എന്ന് ചോദിച്ചാട്ട്. ഓക്കെ, അപ്പോൾ ഈ ഗിഫ്റ്റ് കാർഡ് എങ്ങനെ ലഭിക്കുക എന്നുള്ളത് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ആമസോണിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അല്ലാതെ മറ്റുള്ള ചില വെബ്സൈറ്റും കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഗിഫ്റ്റ് കാർഡായി നിങ്ങൾക്ക് ഇമെയിലായി സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആമസോണിൽ നിന്ന് എങ്ങനെ ഈ ഗിഫ്റ്റ് കാർഡ് പർച്ചേസ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഇൻസ്റ്റ ഐ ഡി താഴെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മൾ നൽകുന്നുണ്ട്. സോ എല്ലാവരും മെസ്സേജ് ചെയ്യുക. ഓക്കെ, പിന്നെ വീഡിയോക്ക് ജസ്റ്റ് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മെസ്സേജ് ചെയ്യാൻ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലുള്ള ആമസോൺ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് മുകളിലായിട്ട് സെർച്ച് ബാറിൽ ആമസോൺ ഗിഫ്റ്റ് കാർഡ് ഡിജിറ്റൽ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റ് കാർഡ് ഇവിടെ വരുന്നതായിരിക്കും. 10 രൂപയുടെയും അതുപോലെ തന്നെ 500 രൂപയുടെയും 1000 രൂപയുടെയും അങ്ങനെ തുടങ്ങി ഒരുപാട് എമൗണ്ടിൻ്റെ ഗിഫ്റ്റ് കാർഡ് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, 10 രൂപയുടെ ഒരുപാട് ഗിഫ്റ്റ് കാർഡ് 10 രൂപയുടേതുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ 10 രൂപയുടെ തന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ 100 രൂപയ്ക്ക് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതായിരിക്കും. അത് നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു 100 രൂപയുടെ ഗിഫ്റ്റ് കാർഡാണ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ട് റിലയൻസിൻ്റെ ഒരു ഡിജിറ്റൽ ഈ ഗിഫ്റ്റ് കാർഡ് ഉണ്ട്, 100 രൂപയുടെ ഒരു ഗിഫ്റ്റ് കാർഡ്. സോ ഞാൻ ജസ്റ്റ് അതൊന്ന് ചൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും 100 രൂപയുടെയൊക്കെ ഗിഫ്റ്റ് കാർഡ് ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സെലക്ട് ചെയ്യാൻ എമൗണ്ട് ബിറ്റ്വീൻ 100 to 10,000. അപ്പോൾ ഞാൻ 100 ഇവിടെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം 2 എന്ന ഭാഗത്തേക്ക് നമുക്ക് ആർക്കാണോ ഗിഫ്റ്റ് കാർഡ് സെൻഡ് ചെയ്യേണ്ടത് അവരുടെ ഇമെയിലാണ് കൊടുക്കേണ്ടത്. സോ ഞാൻ എൻ്റെ തന്നെ ഇമെയിൽ ഐ ഡി ആണ് ഇവിടെ കൊടുക്കുന്നത്. എനിക്ക് തന്നെയാണ് ഈ ഒരു ഗിഫ്റ്റ് കാർഡ് വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗിഫ്റ്റ് കാർഡ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി തന്നെ തെറ്റാതെ കറക്റ്റായിട്ട് കൊടുക്കുക. കാരണം ഇമെയിലേക്കായിരിക്കും ഗിഫ്റ്റ് കാർഡ് സെൻഡ് ചെയ്ത് തരിക. പിന്നെ ഫ്രം ആണ് ചോദിക്കുന്നത്. പിന്നെ യുവർ മെസ്സേജ് ഹോപ്പ് യു എൻജോയ് ദിസ് ഗിഫ്റ്റ് കാർഡ്. എനിക്ക് മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ 407 ക്യാരക്ടേഴ്സ് റിമൈനിങ് ആണ്. സോ നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. ക്വാണ്ടിറ്റി ഞാൻ ഒന്ന് തന്നെയാണ് കൊടുക്കുന്നത്. 2 എണ്ണം കൊടുത്താൽ 200 രൂപ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ളൊരു പേജിലോട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിവിടെ ആമസോൺ പേ UPI എൻ്റെ ബാങ്ക് ആമസോൺ പേ ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ആമസോൺ പേ UPI വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ UPI ആപ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഒക്കെ യൂസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ UPI ആപ്സ് എന്ന് ബട്ടൺ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ UPI നമ്പർ എൻ്റർ ചെയ്തിട്ട് അല്ല നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്ക് നേരെ റീഡയറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് UPI പിൻ നമ്പർ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഡ്രസ്സ് കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ അഡ്രസ്സ് ഇതിൽ ആയിട്ടുള്ള അഡ്രസ്സാണ് ഓർഡർ ചെയ്യുന്ന സമയത്ത്. ജസ്റ്റ് ഒരു അഡ്രസ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ അഡ്രസ്സ് നിങ്ങൾ ഇവിടുന്ന് കൊടുത്ത് വെച്ച് നിങ്ങളുടെ പോസ്റ്റ് വഴി ആയിട്ടും അല്ലെങ്കിൽ കൊറിയർ ആയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഈ ഒരു ആമസോൺ ഗിഫ്റ്റ് കാർഡ് വരില്ല. ഇത് ഡിജിറ്റലാണ്. നിങ്ങൾ ഇമെയിൽ ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. ഇമെയിൽ ചൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇമെയിലേക്ക് അവർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഡിജിറ്റൽ കാർഡ് നമ്മുടെ ഇമെയിലായിട്ട് വരുന്നതായിരിക്കും എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലേസ് ആൻഡ് പേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ UPI പിൻ നമ്പർ എൻ്റർ ചെയ്യാനുള്ളൊരു പേജാണ്. അവിടെ നിന്നായിട്ട് നിങ്ങളുടെ UPI പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മളുടെ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. വിത്തിൻ 5 മിനിറ്റിനുള്ളിൽ നമ്മളുടെ എസ്റ്റിമേറ്റഡ് ഡെലിവറി ഒക്കേഷനിൽ കാണാൻ സാധിക്കും. അപ്പം നമ്മുടെ ഈ ഗിഫ്റ്റ് കാർഡ് നമ്മുടെ ഇമെയിലോട്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ അവർ സെൻഡ് ചെയ്ത് തരും എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഇമെയിലോട്ട് വന്നിട്ടുണ്ട്. മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഇമെയിൽ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഗിഫ്റ്റ് കാർഡ് വന്നിട്ടുണ്ടോ എന്ന് കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ,
അതിനായിട്ട് ഞാൻ എൻ്റെ ഫോണിൽ ഇമെയിൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ജിമെയിൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഏത് ഇമെയിലോട്ടാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ഇമെയിൽ നിങ്ങൾ ഇവിടെ ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നമ്മളെ ഗിഫ്റ്റ് കോഡ് താഴത്തായിട്ട് നിങ്ങൾക്ക് ഒരു ബോക്സിൻ്റെ ഉള്ളിലായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് ആമസോൺ ഗിഫ്റ്റ് കാർഡ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആളുകൾ അറിയാത്ത ആളുകളുണ്ട്, നമുക്ക് ഇതുപോലെ മെസ്സേജ് ചെയ്യാറുണ്ട് എങ്ങനെയാണ് ആമസോൺ ഗിഫ്റ്റ് കാർഡ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തെടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ആമസോൺ പേയിലെ ഗിഫ്റ്റ് കാർഡ് എങ്ങനെയാണ് നിങ്ങൾ ആമസോണിൽ ആഡ് ചെയ്യുക എന്നുള്ളതല്ലേ. അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് മുകളിൽ സെർച്ച് ബാറിൽ ആമസോൺ പേ ഗിഫ്റ്റ് കാർഡ് എന്ന് കാണാം, സെർച്ച് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആമസോൺ പേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഗിഫ്റ്റ് കാർഡ് എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ഗിഫ്റ്റ് കാർഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആഡ് ചെയ്യുക ഗിഫ്റ്റ് കാർഡ്, ഈ ഗിഫ്റ്റ് കാർഡ്, ബ്രാൻഡ് ഗിഫ്റ്റ് കാർഡ്, ഫിസിക്കൽ ഗിഫ്റ്റ് കാർഡ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഗിഫ്റ്റ് കാർഡ് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ഫസ്റ്റത്തെ ഓപ്ഷനായ ആഡ് എ ഗിഫ്റ്റ് കാർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് കാർഡ് നിങ്ങൾക്ക് ഒരു ബോക്സിൽ കുറച്ച് ഡിജിറ്റ്സ് നിങ്ങൾ കാണിച്ചു തന്നല്ലോ. ഓക്കെ, 12 ഡിജിറ്റ്, ഓക്കെ 16 ഡിജിറ്റ് ആയിരിക്കും കേട്ടോ ആ ഒരു കോഡ്. അപ്പോൾ ആ ഒരു കോഡാണ് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് കിട്ടിയിട്ടുള്ള ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ ഇമെയിലിൽ നമുക്ക് വന്നിട്ടുള്ള ആ കോഡ്, ഗിഫ്റ്റ് കോഡ്, ആ ഒരു ഗിഫ്റ്റ് കോഡ് നിങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു ഗിഫ്റ്റ് കാർഡ്. ഓക്കെ, ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഗിഫ്റ്റ് കാർഡ് നിങ്ങൾ ആ ഒരു ബോക്സിലായിട്ട് എൻ്റർ ചെയ്തിട്ട് ഇവിടെ നിന്ന് ആഡ് ഗിഫ്റ്റ് കാർഡ് ടു ബാലൻസ് എന്ന് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ ഇപ്പോൾ ടോട്ടൽ 18 രൂപയാണ് എനിക്ക് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ആഡ് ടു ഗിഫ്റ്റ് കാർഡ് ബാലൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ബാലൻസിലേക്ക് ആ ഒരു എമൗണ്ട് ആഡ് ആവുന്നതായിരിക്കും. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.